ഓരോ വിനീത് ശ്രീനിവാസൻ സിനിമകൾ വരുന്ന സമയത്തും നമുക്ക് അതൊരു ആവേശമാണ് അല്ലേ? പക്ഷെ ആ ഒരു ആവേശം ഈ ഒരു സിനിമയ്ക്ക് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. ഒരു വിനീത് ശ്രീനിവാസന്റെ സിനിമന്റെ ഏറ്റവും ലോവസ്റ്റ് ഹൈപ്പ് ഉള്ള സിനിമ അത് ഇതായിരിക്കും. എന്താണെങ്കിലും ആ സിനിമയുടെ ട്രെയിലർ നമുക്കൊരു ഹൈപ്പ് തരുമോ അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ തരുമോ എന്ന് നോക്കാം. ആദ്യമേ പറയട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംവിധായകനാണ് വിനീത് ശ്രീനിവാസൻ. ഒരുവിധപ്പെട്ടിട്ടുള്ള എല്ലാ സിനിമകളും എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും കണ്ടു നോക്കാം. ഒഫീഷ്യൽ ട്രെയിലർ അപ്പോൾ നോക്കാല്ലേ. ലക്ഷണക്കേടാണല്ലോ, 2 പ്രാവശ്യം ട്രെയിലർ വർക്ക് ചെയ്യില്ലല്ലോ. പുള്ളിയുടെ ഇതുവരെയുള്ള ഒരു പാറ്റേണേ അല്ല സാധനം. നാട്ടിലെ മിലിറ്റന്റ് ആക്ടിവിറ്റീസിനെ കുറിച്ച് നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എല്ലാവരും സ്പെക്കുലേറ്റ് ചെയ്യുന്ന പോലെ ഒരു മാസ് മർഡർ ആണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. സിന്ദാബാദിൽ നമ്മൾ നടത്തിയ അറ്റാക്ക് I think they are after us. Please be very, very careful. ചിലപ്പോ നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. ഇപ്പോഴല്ല പറയുന്നത്, നിനക്ക് നിന്റെ കാര്യം മാത്രം അപ്പനെ പോലെ തന്നെ. It was your decision, not my fault. സാർ എങ്ങോട്ട് വേണേലും പോ. കാര്യം എന്താണെന്ന് എന്നോടൊന്ന് പറ. He can't speak. Later I kill. വേറൊരു രാജ്യമാണ്. Don't put all of us in danger, please. തോക്ക് പോലും കണ്ടിട്ടില്ലാത്ത നമ്മൾ എന്ത് ചെയ്യാനാ? വേണ്ട സാറേ, ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എടാ ചങ്ങാനെ ഞാൻ എപ്പോഴോ കണ്ടിട്ടുണ്ട്. അയാൾ ഏതായിരുന്നു? എടാ ഇത് വിനീത് ശ്രീനിവാസൻ പടമാണോ അത്? ഇതിന് റൺസേ ബോക എന്നാ പറയുന്നേ. ഹാൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കരം. ഈ സാധനം കൊള്ളാം. സത്യം പറയല്ല, യാതൊരു എക്സ്പെക്ടേഷനും ഇല്ലാതെ കണ്ടു തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അത്. യാതൊരു എക്സ്പെക്ടേഷനും ഇല്ല എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ മലയാളത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു മെയിൻ സ്ട്രീം സെലിബ്രിറ്റീസ് ഉണ്ടെങ്കിൽ അത് പുള്ളിയാണ്. അപ്പോൾ എനിക്ക് യാതൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. അതിൻ്റെ ഒരു പോസ്റ്റേഴ്സോ കാര്യങ്ങളോ ഒരു ഫൈറ്റ് പടമാണെന്ന് എവിടേക്കോ ഇതാക്കിയിരുന്നു. പക്ഷെ പിന്നീട് ഈ ഒരു സാധനം പോയിട്ടുള്ളൊരു റേഞ്ച് എന്ന് പറഞ്ഞാൽ സംഭവം നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ചെങ്ങയായിരുന്നു. പിന്നെ ഒരു സാധാരണ വിനീത് ശ്രീനിവാസൻ പടത്തിൽ കാണാത്ത ഒരുപാട് പരിപാടി ഇതിൽ വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് സാധനങ്ങൾ ഇതിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും കാണാനുള്ളൊരു സ്റ്റഫ് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൽ പല ഷോർട്സുകളും നല്ല രീതിയിൽ പണിയെടുത്തിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് സാധനം തിയേറ്ററിൽ കാണാം. എന്താവും എന്നുള്ളത് നോക്കാം.